കഴിഞ്ഞ 3-4 ദിവസമായിട്ട് 3-4 ദിവസം മുമ്പ് വൈറലായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആങ്കറും മോഡലും ഒക്കെ ആയിട്ടുള്ള ഒരു യുവതിയെ ബസ്സിൽ കയറിയപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ബസ്സിൽ കയറിയപ്പോൾ തൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു വൃദ്ധനായ 60-65 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധന് തൻ്റെ ശരീരഭാഗത്തേക്ക് മാറുടെ ഭാഗത്തേക്ക് മോശമായ രീതിയിൽ പലതവണ നോക്കുന്നു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ പിടിക്കുകയും അത് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായി. അപ്പോൾ ആദ്യം ആളുകൾ പെട്ടെന്ന് ഈ വൃദ്ധനെ ആയിരിക്കും മോശമായിട്ട് പറയുന്നത്. പക്ഷേ ഇത് കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. ആദ്യം ആ ഭാഗം അതിലൊന്ന് ശ്രദ്ധിച്ചാലറിയാം. നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു 60 വയസ്സ് 65 വയസ്സുള്ള ആളുകൾക്കൊക്കെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, എന്നാലും ഒരുവിധം മിക്ക ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ആപ്പുകളൊന്നും ഒന്നും എടുക്കാനോ അവർക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് നോക്കാനോ ഇപ്പോൾ റീല് അതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പം ബസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആ സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റീലുകളും അതുപോലെ ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ചിലപ്പോൾ അത് ആകാംക്ഷയോടെ നോക്കും, എന്താണെന്ന് നോക്കും. അപ്പോൾ അവർക്ക് അത് സംബന്ധിച്ച് അവർക്കത് അറിയില്ല. ചിലപ്പം വിളിക്കാൻ മാത്രമേ അവർക്ക് ഫോണും കൊണ്ട് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നോട്ടമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്. മിക്ക വീഡിയോകളും ആളുകൾ ഇതിനെക്കുറിച്ച് സംഭവം പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഈ യുവതിക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവമായിട്ട് തോന്നുന്നെങ്കിൽ അന്നേരം ആ സെക്കൻഡിൽ തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇങ്ങനെ റീച്ചാകാൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് ഇപ്പം കാണിക്കുന്ന യുവതികളുടെ ഒരു തോന്നിവാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ആളുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞ് റീച്ചിന് വേണ്ടിയിട്ട് അപ്പോഴത്തേക്കിന് ആളുകളെല്ലാം ഇതാരാണെന്ന് തിരക്കും, ഈ യുവതി ആരാണെന്ന് തിരക്കും. അവർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഇതാരാ, അപ്പോൾ അവരെ എല്ലാവരും ഫോളോ ചെയ്യും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അവർ വൈറലാകും. അങ്ങനെ കാണിക്കുന്ന ഒരു ട്രെൻഡിങ് ന്യൂസായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയായിട്ടാണ്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മോഡലാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ആങ്കറാണ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കോലാഹലമാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാലും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ആ മനുഷ്യന് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ആരും ആ ബസ്സിലുള്ള ആളുകൾ ആരും തന്നെ ഈ പെൺകുട്ടി പ്രതികരിച്ചെങ്കിൽ തിരിച്ച് അവരുടെ ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അവരൊക്കെ അവരവരുടെ ഇതിന് യാത്ര ചെയ്യുന്നതായിട്ടുള്ള ഇതായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ആരും ഈ പെൺകുട്ടി പ്രതികരിച്ചെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ കൂടുന്നതായിട്ടോ ഈ വൃദ്ധനെ വഴക്ക് പറയുന്നതായിട്ടോ ഒന്നും അങ്ങനെയുള്ള ഒരു ഇതും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അതല്ല ആ വൃദ്ധൻ്റെ ഭാഗത്താണ് ഇങ്ങനത്തെ ഞരമ്പ് രോഗമെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നെങ്കിൽ അത് അത് എന്താണെന്ന് അറിഞ്ഞ് അത് കറക്റ്റായിട്ട് അത് ഇങ്ങനെ അവർക്ക് താക്കീത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതല്ല ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിരപരാധിയാണ് അതെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന നാണക്കേട്, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അത് അങ്ങനെയുള്ള കുടുംബക്കാർക്ക് ഒക്കെ ഉണ്ടായിരിക്കുന്ന മാനക്കേട് എന്താണെന്ന് ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങുന്ന യുവതികൾ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം കൂടെയുണ്ട്. ഇപ്പം പെൺകുട്ടികൾക്കൊന്നും എങ്ങനെയാണെങ്കിലും വൈറൽ അയച്ചാൽ മതി. അവർക്ക് എന്ത് കോമാളിത്തരവും എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ല, ആളുകൾ അറിയണം എന്നാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് പറയാനൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നാളെ ആളുകൾ ഏത് രീതിയിലാണ് തന്നെ കാണുന്നത് നോക്കുന്നത്. പക്ഷേ പ്രതികരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഞരമ്പന്മാർക്കെതിരെ പ്രതികരിക്കരുതെന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പം അത് വളച്ചൊടിച്ച് എല്ലാ നിയമങ്ങളും ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള വിധികളും നിയമങ്ങളും ഒക്കെ വന്നതുകൊണ്ട് അത് മുതലെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്ത്രീകൾ കാണിക്കുന്നത്. കാരണം നമ്മൾക്ക് പല സംഭവങ്ങൾ അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ യുവതികൾ ഇപ്പം ഒരു സമയത്ത് പുരുഷന്മാരുമായിട്ട് അടുപ്പമായിരിക്കും. ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് ഇപ്പോൾ അടുപ്പമായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ള പരാതിയായിട്ട് രംഗത്ത് വരും. അപ്പോൾ ആൾക്ക് ആ യുവാവിന് പുരുഷന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചിലപ്പം അയാൾ ഉയർച്ചയിലേക്ക് വരുമ്പോഴായിരിക്കും അയാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേറൊരു ആളെയായിട്ട് ബന്ധം വരുമ്പം ഈ ആളെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നതായിരിക്കാം.
പക്ഷേ പിന്നീട് ആ പുരുഷന് താൻ പഴയ തേച്ചിട്ട് പോയ ആ ആൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു പദവിയിലോ ഒക്കെ വന്നു കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം സംഭവിച്ചേക്കുന്നത്. അതിപ്പോഴായിരിക്കും പീഡനം എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പം കൊണ്ടുവരുന്ന യുവതികളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം പൊളിറ്റിക്സിൻ്റെ അകത്താണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ അടുത്താണെങ്കിലും എല്ലാം എല്ലാ രീതിയിലും ഇപ്പം അങ്ങനെയുള്ള ഓരോ കഥകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. ഹേമ കമ്മിറ്റിയൊക്കെ സംഭവമൊക്കെ അതൊക്കെ അന്ന് അവരാരും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പം പ്രായമായി, സ്ത്രീകൾക്ക് പ്രായമായി, അവർക്ക് പറ്റുകയില്ല, അവർക്ക് മറ്റുള്ളവരെ അടുത്ത് ചെന്ന് ഇനിയും പഴയ കാര്യങ്ങളൊന്നും നടപ്പിലാകുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ പീഡിപ്പിച്ചായിരുന്നു, ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളും കൊണ്ടുവരും. അന്നേരം പ്രതികരിക്കുകയില്ല. അവർക്ക് അന്നേരം ആ ആളെയും കൊണ്ട് കാശ് വേണം, പല കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ട്. അതൊക്കെ അന്നേരം മുതലാക്കുകയും ചെയ്യും. പിന്നീട് അവർക്ക് പുരുഷന്മാർക്ക് പിന്നെ ഇപ്പോൾ ഈ സമയത്ത് ആ സ്ത്രീയെ വേണ്ടാതെ വരുമ്പോഴത്തേക്കിന് ആണ് പഴയ കഥകൾ കുത്തിപ്പൊക്കി പീഡനമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് ഒരിക്കലും സ്ത്രീകൾക്ക് കൂട്ടു നിൽക്കരുത്. സ്ത്രീയാണെങ്കിലും ശരി തന്നെ, പുരുഷന്മാരാണെങ്കിലും ശരി തന്നെ, ഈ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഇങ്ങനത്തെയുള്ള പരിപാടികൾക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അഥവാ ഇങ്ങനെയുള്ള യുവതികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇപ്പം എത്ര പ്രായമുള്ള മനുഷ്യർക്കും ഇപ്പം ഭയങ്കര ഞരമ്പ് സ്വഭാവം കൂടുതലാണ്. അത് നമുക്കറിയാവുന്നതാണ്. വാർത്തകളിലൊക്കെ കുഞ്ഞു കുട്ടികളെയൊക്കെ കിളവന്മാർ പീഡിപ്പിക്കാൻ ശ്രമിച്ച കഥകളൊക്കെ നമ്മുടെ ഇപ്പം ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത്. നമ്മളോർക്കും നമ്മുടെ വല്യച്ഛൻ്റെ പ്രായമാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമാണ് എന്നൊക്കെ കരുതും. പക്ഷേ അവരൊന്നും ആ രീതിയിലായിരിക്കുകയില്ല കാണുന്നത്. പക്ഷേ ഇതിലെന്താണ് കറക്റ്റ് എന്നുള്ള കാര്യം അറിയത്തില്ല. ആ മനുഷ്യനെ കണ്ടിട്ട് ഒരു ഫോൺ നോക്കുന്നതായിട്ട്, ആ പെൺകുട്ടി നോക്കുമ്പോൾ നോട്ടം മാറ്റുന്നതായിട്ട് എന്ന് പറയുന്നു. ഈ പെൺകുട്ടിക്ക് നമ്മൾ സാരി ഉടുക്കുന്ന സ്ത്രീകളാണ് മിക്ക ആളുകളും തന്നെ. അപ്പോൾ ആ സാരിയുടെ ഈ സൈഡിലേക്കുള്ള ആ ഒരു പ്ലേറ്റ് അത് ഇച്ചിരി ഇങ്ങനെ മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു നോട്ടം ആ പെൺകുട്ടിക്ക് ആദ്യമേ അങ്ങനെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന്, വയറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ആ തുണിയെ ഇങ്ങോട്ട് വലിച്ചു മുറുക്കിയാൽ ഇവിടം ടൈറ്റായിട്ട് ഇരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടില്ല? അപ്പോൾ അത് മനഃപൂർവ്വം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ പിന്നെയും നിന്ന് കൊടുത്തതായിട്ടാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ദേഹത്തു നിന്നൊരു തുണിയെ കുറച്ച് മാറിക്കിടക്കുകയാണെങ്കിൽ അറിയാതെ ആരെങ്കിലും ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് അത് മറയ്ക്കാൻ നോക്കും. ഇതെന്തുകൊണ്ട് ഈ യുവതിയെ അങ്ങനെ മറയ്ക്കാതെ പിന്നെയും കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്നത് കൊണ്ടല്ലേ പിന്നീട് നോക്കുന്നത്. പുരുഷന്മാരാണ് ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരാത്തതായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. ചക്കരക്കുടം കണ്ടാൽ ആരാണ് കൈയിട്ട് വാരാത്തത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പോകുമ്പോൾ കാണാൻ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.